Hi students, നമ്മൾ MEC 205 ഇന്ത്യൻ എക്കണോമിക് പോളിസി അതിന്റെ ഡീറ്റെയിൽഡ് ക്ലാസ്സിലേക്ക് നമ്മൾ കിടക്കുകയാണ്. നമ്മൾ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ MEC ഇന്ത്യൻ എക്കണോമിക് പോളിസിയിൽ 6 ബ്ലോക്കുകളിലായിട്ട് 25 യൂണിറ്റുകളാണ് വരുന്നത്. സോ ഇന്ന് നമ്മൾ ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റിന്റെ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഇന്ത്യൻ ഇക്കണോമിക് ഡെവലപ്മെന്റ് ആൻഡ് ഓവർവ്യൂ ആണ് ഫസ്റ്റത്തെ ബ്ലോക്ക്. അതിലെ ഫസ്റ്റ് യൂണിറ്റ് വരുന്നത് ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റ് ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ്. ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റിന്റെ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. സോ ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ കവർ ചെയ്യുന്ന പോയിന്റുകൾ എന്ന് പറയുന്നത് ഇന്ത്യ ഇൻ ദ 18th സെഞ്ചുറി, 18ാം നൂറ്റാണ്ടിലെ ഇന്ത്യയുടെ എക്കണോമിക് കണ്ടീഷൻ എന്തായിരുന്നു. ദെൻ ഇന്ത്യയുടെ ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ ഇന്ത്യൻ എക്കണോമി എങ്ങനെയായിരുന്നു എന്നുള്ള ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ് അടുത്ത ഭാഗത്തിൽ വരുന്നത്. അതായത് ഇന്ത്യയുടെ ട്രഡീഷണൽ എക്കണോമി എങ്ങനെയാണ് ആ കാലഘട്ടത്തിൽ തകർന്നത്, എംപവറിഷ്മെന്റ് ഓഫ് ദി പെസൻട്രി, കർഷകരുടെ എങ്ങനെയായിരുന്നു ദാരിദ്ര്യത്തിലേക്ക് വഴുതി വീണത്, അതുപോലെ കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചറിന്റെ വാണിജ്യവൽക്കരണം എങ്ങനെയായിരുന്നു, അഗ്രികൾച്ചറൽ ലേബേഴ്സിന്റെ അവസ്ഥ എന്തായിരുന്നു, മോഡേണൈസേഷൻ എങ്ങനെയായിരുന്നു, ഹാൻഡിക്രാഫ്റ്റ്സിന്റെയും ആർട്ടിസൻസിന്റെയും അതായത് കരകൗശല വസ്തുക്കളുടെയും കരകൗശല വിദ്യക്കാരുടെയും ഒക്കെ അവസ്ഥ അല്ലെങ്കിൽ തകർച്ച എങ്ങനെയായിരുന്നു, മോഡേൺ ഇൻഡസ്ട്രീസിന്റെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. ദെൻ അടുത്ത ഒരു പ്രധാനപ്പെട്ട കണ്ടന്റ് എന്ന് പറയുന്നത് ഡ്രെയിൻ ഓഫ് വെൽത്ത്, ഇന്ത്യയുടെ വെൽത്ത് എങ്ങനെയാണ് ബ്രിട്ടനിലേക്ക് ചോർന്നു പോയത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റഡിയാണ്. ദെൻ പോവർട്ടി ആൻഡ് ഫാമിൻ, ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പോവർട്ടി ആൻഡ് ഫാമിൻ. ദെൻ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മാക്രോ ഇക്കണോമിക് പോളിസീസ് എന്തൊക്കെയായിരുന്നു. ദെൻ പ്രോഗ്രാം ഓഫ് ഇക്കണോമിക് റീകൺസ്ട്രക്ഷൻ ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യയുടെ എക്കണോമിക് റീകൺസ്ട്രക്ഷൻ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ യൂണിറ്റിൽ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് പാർട്ടിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു. അപ്പോൾ ഈ യൂണിറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന, അതായത് ഈ യൂണിറ്റിൽ മൊത്തത്തിൽ നമ്മൾ കവർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാകും, 18ാം നൂറ്റാണ്ടിലെ അല്ലെങ്കിൽ കൊളോണിയൽ കാലഘട്ടത്തിലെ ഇന്ത്യൻ എക്കണോമി എങ്ങനെയായിരുന്നു, ഇന്ത്യൻ എക്കണോമിയുടെ തകർച്ച എങ്ങനെയായിരുന്നു, ബ്രിട്ടീഷുകാർ ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ത്യൻ എക്കണോമിക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത്, അവരെങ്ങനെയാണ് ഇന്ത്യൻ എക്കണോമിയെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്, ഇത് ഇന്ത്യൻ എക്കണോമി അറ്റ്ലാസ്റ്റ് ഇന്ത്യൻ എക്കണോമിയെ ഇത് എങ്ങനെയാണ് റിഫ്ലക്ട് ചെയ്തത്, അവർ കൊണ്ടുവന്ന മാക്രോ എക്കണോമിക് പോളിസീസ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഉള്ള ഒരു അവബോധം നമുക്ക് ഈ യൂണിറ്റ് കഴിയുമ്പോൾ കിട്ടും. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. അതായത് ഒരു തുടക്കത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് മുന്നേ ഉള്ള ഒരു കാലഘട്ടം അത് പറയുകയാണെങ്കിൽ ഇന്ത്യൻ എക്കണോമി എന്ന് പറയുന്നത് അതൊരു സെൽഫ് സഫിഷ്യന്റ് എക്കണോമി ആയിരുന്നു. അതുപോലെ തന്നെ ഒരു ഫ്ലറിഷിംഗ് ആയിട്ടുള്ള എക്കണോമി ആയിരുന്നു. ഇന്ത്യയുടെ കാർഷിക മേഖല ആയിക്കോട്ടെ, വ്യാവസായിക മേഖല ആയിക്കോട്ടെ, വ്യാപാര മേഖല ആയിക്കോട്ടെ, എല്ലാം വളർന്നു വരുന്ന ഒരു ഘട്ടത്തിലായിരുന്നു ബ്രിട്ടീഷുകാർക്ക് മുന്നേ ഉണ്ടായിരുന്നത്. അതിനുശേഷം ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷമാണ് ഇന്ത്യൻ എക്കണോമിയിലെ തകർച്ചകള് നേരിടാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളത്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഒരുപാട് മോഡേൺ ഇൻസ്റ്റിറ്റ്യൂഷൻസും അതുപോലെ ടെക്നോളജികളും ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെന്റുകൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് ഉദാഹരണമാണ് ഒരുപാട് റോഡുകൾ, ഏകദേശം 65,000 മൈല് ദൈർഘ്യമുള്ള റോഡുകളൊക്കെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഏകദേശം 42,000 മൈല് ദൂരമുള്ള റെയിൽവേകൾ കൊണ്ടുവന്നിട്ടുണ്ട്. പോസ്റ്റൽ സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട്, ടെലിഗ്രാം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ കൊണ്ടുവന്ന ഡെവലപ്മെന്റ്സ് ആണ്. ഈ ഡെവലപ്മെന്റ്സ് ഒക്കെ ചുരുക്കത്തിൽ പറഞ്ഞാൽ എന്താണ്, കൊളോണിയൽ എക്കണോമി പ്രയോറിറ്റൈസ് ബ്രിട്ടീഷ് ഇൻട്രസ്റ്റ്, ബ്രിട്ടീഷുകാരുടെ ഇൻട്രസ്റ്റിന് മുൻഗണന കൊടുത്തിട്ടാണ് ഇവര് ഈ ഡെവലപ്മെന്റുകളൊക്കെ ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇവര് ഇന്ത്യൻ എക്കണോമി, ഇന്ത്യയുടെ റൂറൽ എക്കണോമി, അതുപോലെ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീനെ ഒക്കെ തകർത്തിട്ട് ബ്രിട്ടീഷുകാർ അവരുടെ താല്പര്യത്തെ മാത്രം മുൻനിർത്തിയിട്ടാണ് ഈ
ഡെവലപ്മെന്റുകളൊക്കെ കൊണ്ടുവന്നത്. ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ടല്ല ഇവർ എന്ത് ചെയ്തത്, ഈ ഡെവലപ്മെന്റുകളൊന്നും ഇന്ത്യയിൽ കൊണ്ടുവന്നത്. ഇപ്പൊ റോഡ് ഉണ്ടാക്കി, അതുപോലെ റെയിൽവേ കൊണ്ടുവന്നു. ഇതൊക്കെ അവരുടെ ബിസിനസ് ഇവിടെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ്. ചരക്കുകൾ ഇന്ത്യയിലെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുള്ള റിസോഴ്സസ് അവർക്ക് കളക്ട് ചെയ്യാൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് അവരുടെ രാജ്യത്തേക്ക് കൊണ്ടുപോകാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. അതുപോലെ കമ്മ്യൂണിക്കേഷൻ കൊണ്ടുവരുന്നത് അവരുടെ ഉദ്യോഗസ്ഥന്മാര് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഉണ്ട് അല്ലെ, അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ പെട്ടെന്നാക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇവര് ഈ കമ്മ്യൂണിക്കേഷൻ ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. സോ ഇന്ത്യയില് ഇവര് കൊണ്ടുവന്ന എല്ലാ ഡെവലപ്മെന്റുകൾക്കും ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുത്തത് ബ്രിട്ടീഷുകാരുടെ താല്പര്യത്തിന് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യാസ് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് വാസ് സ്റ്റണ്ട്. എന്താണ്, ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് എന്താണ്, മരവിച്ച അവസ്ഥയ്ക്ക് എത്തുകയാണ്. കൊളോണിയൽ ഗവൺമെന്റ് പൂർണ്ണമായിട്ടും ഇന്ത്യയുടെ മോഡേൺ ഇൻഡസ്ട്രീസിനെയും അതുപോലെ എഡ്യൂക്കേഷനെയും ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസിനെയും ഒക്കെ നെഗ്ലക്ട് ചെയ്യുന്നു. അവര് എന്താണ്, മാറ്റി നിർത്തുകയാണ് ചെയ്തത്. ഒരിക്കലും ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പരമ്പരാഗതമായിട്ടുള്ള വ്യവസായങ്ങളെ, ഇന്ത്യയിൽ വളർന്നു വരുന്ന മോഡേൺ ഇൻഡസ്ട്രീസിനെ ഒന്നും പ്രോത്സാഹിപ്പിക്കാൻ ആരും ശ്രമിച്ചിട്ടില്ല. ഈ ബ്രിട്ടീഷുകാര് ശ്രമിച്ചിട്ടില്ല. ഇത്രയാണ് നമ്മൾ ഈ ഇൻട്രൊഡക്ഷനിൽ നമുക്ക് പറയാനുള്ളത്. ദെൻ ഇനി അടുത്തത് ഇന്ത്യ ഇൻ ദ 18th സെഞ്ചുറി. ഇന്ത്യ 18ാം നൂറ്റാണ്ടിലെ ഇന്ത്യയുടെ കണ്ടീഷൻ എന്തായിരുന്നു എന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നമ്മളൊരു ഗ്രാഫിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ഈ ഗ്രാഫ് നോക്കാം. അതായത് കോമൺ എറ 1 മുതൽ AD 2003 വരെയുള്ള ഒരു ഡാറ്റയാണ് ഈ ടേബിളിൽ നമ്മൾ, അല്ലെ ഈ ഗ്രാഫിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്ത്യയുടെ, അതായത് മൊത്തം വേൾഡ് എക്കണോമിയിലേക്ക്, വേൾഡ് GDPയിലേക്ക് ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ ഷെയർ എങ്ങനെയായിരുന്നു, ഇന്ത്യയുടെ GDP കോൺട്രിബ്യൂഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ഈ ഒരു ഗ്രാഫിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടെ കാണാം, ഇവിടെ എക്സ് ആക്സിസിൽ ഇയേഴ്സ് കൊടുക്കുന്നുണ്ട്, Y ആക്സിസിൽ GDP കോൺട്രിബ്യൂഷൻ ആണ് കൊടുക്കുന്നത്. ഇതിൽ ടോട്ടൽ ഒരു 6 രാജ്യങ്ങളുടെ കണക്കാണ് നമ്മൾ ഈ ഡയഗ്രത്തിൽ കാണുന്നത്. അതില് ടോട്ടൽ വെസ്റ്റേൺ യൂറോപ്പുകള് എല്ലാം കൂടി കൂട്ടിയിട്ടുള്ളതാണ് ഈ ഒരു നീല ലൈനിൽ കാണുന്നത്. ദെൻ റെഡ് USA ആണ്, ഗ്രീന് ചൈനയാണ്, ഡാർക്ക് ബ്ലൂ വരുന്നത് ഇന്ത്യ ആണ്. ദെൻ അടുത്ത കളറ് ബാക്കിയുള്ള ഏഷ്യൻ രാജ്യങ്ങളെല്ലാം കൂടി ഉള്ള കോൺട്രിബ്യൂഷൻ ആണ് കാണിക്കുന്നത്. ഇതിൽ തന്നെ നമുക്ക് നോക്കാം, ഏകദേശം ഈ ഗ്രാഫ് നോക്കുമ്പോൾ കാണാം, ഈ കോമൺ എറ 1 മുതൽ ഏകദേശം 1700 വരെ ഇന്ത്യയുടെ കളർ നോക്കുക, ഡാർക്ക് ബ്ലൂ അല്ലെ. ഫസ്റ്റ് സെഞ്ചുറിയിലൊക്കെ ഇന്ത്യ ആയിരുന്നു വേൾഡിൽ ഏറ്റവും കൂടുതൽ വേൾഡ് GDPയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്ന രാജ്യം. ഇന്ത്യയും ചൈനയാണ് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്ന രാജ്യം. അത് കഴിഞ്ഞിട്ടും ഏകദേശം 1700 വരെ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യയും ചൈനയും എന്ത് ചെയ്യുന്നുണ്ട്, വേൾഡ് GDPയിലേക്ക് ഒരു മേജർ കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നുണ്ട്. ഒന്നാമത് അല്ലെങ്കിൽ രണ്ടാമത് എന്ന് തന്നെ പറയാൻ പറ്റും. അതിനുശേഷം 1700 ശേഷം, ശരിക്കും പറഞ്ഞാൽ 1800 ശേഷം ഇന്ത്യയുടെ GDP കോൺട്രിബ്യൂഷൻ എന്താണ്, ഭയങ്കരമായിട്ട് താഴത്തേക്ക് പോവുകയാണ്. നമുക്കറിയാം, ആ കാലഘട്ടത്തിലാണ് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തിട്ടുള്ളത്, ഇന്ത്യയിൽ വന്നിട്ടുള്ളത്. അതേസമയം ആ കാലഘട്ടത്തിൽ തന്നെ ബ്രിട്ടീഷുകാരുടെ GDP കോൺട്രിബ്യൂഷൻ നോക്കുക, ടോട്ടൽ വെസ്റ്റേൺ യൂറോപ്പിന്റെ GDP കോൺട്രിബ്യൂഷൻ നോക്കി, ഫസ്റ്റ് ഇവരുടെ എന്താണ് കുറഞ്ഞു പിന്നെ അത് കേറി പോവാണ് അല്ലെ. ഈ ഫിഗറിൽ നിന്നുള്ള ഒബ്സർവേഷൻസ് നമുക്ക് നോക്കാം. India and China were the largest economies before 18th century, contributing significantly to the world GDP. അത് നമ്മൾ കണ്ടു അല്ലെ. ഇന്ത്യയും ചൈനയും ആണ് ഫസ്റ്റ് ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള GDP കോൺട്രിബ്യൂട്ടേഴ്സ്. ദെൻ അടുത്ത് വരുന്നത്, ഇന്ത്യ വാസ് ദ ലാർജസ്റ്റ് GDP കോൺട്രിബ്യൂട്ടർ ഫ്രം ഫസ്റ്റ് CE ടു 14th century CE അല്ലെ. 1 മുതൽ 14ാം നൂറ്റാണ്ട് വരെ ഉള്ളതില് ഇന്ത്യ ആണ് ഏറ്റവും വലിയ GDP കോൺട്രിബ്യൂട്ടർ. Then India maintained its dominance in GDP contribution except for the 16th and 17th centuries when it ranked second to China. പിന്നെ 14ാം സെഞ്ചുറിന് ശേഷം 16, 17 സെഞ്ചുറികളില് ഇന്ത്യ ചൈനയുടെ തൊട്ട് താഴെയാണ്. അപ്പൊ ചൈനയാണ് എന്തായിട്ടുള്ളത്, ലാർജസ്റ്റ് GDP കോൺട്രിബ്യൂട്ടർ ആയിട്ടുള്ളത്. India's GDP contribution declined from 17 to 18 അല്ലെ.
വൈൽ വെസ്റ്റേൺ യൂറോപ്പ് ഷെയർ ഇൻക്രീസ്ഡ് സിഗ്നിഫിക്കന്റ്ലി. നമ്മൾ നേരത്തെ പറഞ്ഞു 1700 മുതല് ഇന്ത്യയുടെ GDP കോൺട്രിബ്യൂഷൻ എന്ത് ചെയ്യാണ്, ഡിക്ലൈൻ ചെയ്യാണ്. അതേസമയം ആ സമയത്ത് വെസ്റ്റേൺ യൂറോപ്പിന്റെ GDP കോൺട്രിബ്യൂഷൻ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. At the onset of British rule, India supplied a quarter of all manufactured goods globally, but by 19th, its industrial output dropped to just 2%. അതായത് ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് ഒരു ഭാഗത്തോളം മാനുഫാക്ചേർഡ് ഗുഡ് ഗ്ലോബലി സപ്ലൈ ചെയ്തിരുന്നത് ആരായിരുന്നു, ഇന്ത്യ ആയിരുന്നു. പക്ഷെ ബ്രിട്ടീഷുകാരുടെ വരവിന് ശേഷം അത് വെറും 2% കുറയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ടെക്സ്റ്റൈൽസ് ട്രേഡ് എന്ന് പറയുന്നത് 60% എന്താണ്, ഇമ്പോർട്ട് ഫ്രം ഏഷ്യ, അവരുടെ ഏഷ്യയിൽ നിന്നുള്ള ഇമ്പോർട്ട്സ് ആയിരുന്നു. ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഇമ്പോർട്ട്സ് വെയർ മെയിൻലി ഫിനാൻസ്ഡ് ബൈ ബുള്ളിയൻ. അതായത് ഇന്ത്യൻ ടെക്സ്റ്റൈൽസിന്റെ ഇമ്പോർട്ട്സ് അത് ഫിനാൻസ് ചെയ്തിരുന്നത് ബുള്ളിയൻസ് വെച്ചിട്ടാണ്. ബട്ട് ദിസ് സ്റ്റോപ്ഡ് ആഫ്റ്റർ ദ ബാറ്റിൽ ഓഫ് പ്ലാസി ഇൻ 1757. മാർക്കിംഗ് ദ ബിഗിനിങ് ഓഫ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനീസ് പൊളിറ്റിക്കൽ സുപ്രീമസി ഇൻ ഇന്ത്യ. അപ്പൊ ഈ ഭാഗത്ത് പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ ഗ്രാഫിൽ കണ്ടു എന്താണ്, ഫസ്റ്റ് സെഞ്ചുറി മുതൽ ഒരു 14ാമത്തെ സെഞ്ചുറി വരെ അല്ലെങ്കിൽ ഒരു 17ാമത്തെ സെഞ്ചുറി വരെയും ഇന്ത്യ ആണ് വേൾഡ് GDPയിലേക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഇന്ത്യയുടെ ടെക്സ്റ്റൈൽസും ഹാൻഡിക്രാഫ്റ്റ്സും ഒക്കെ ഒരു ഭാഗത്തോളം ലോക എക്കണോമിയുടെ ഭാഗത്തോളം സപ്ലൈ ചെയ്തിരുന്നത് ആരാണ്, ഇന്ത്യക്കാരായിരുന്നു. പക്ഷെ ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം അത് വെറും 2% കുറയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തിട്ടുണ്ട്, ബംഗാളില് അവരുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ടെക്സ്റ്റൈൽ ട്രേഡിന് വേണ്ടിയിട്ട്. അപ്പോ അത് 60%. പിന്നെ നമ്മള് ഗ്രാഫിൽ കണ്ടു എന്ത്, ഇന്ത്യയുടെ GDP കോൺട്രിബ്യൂഷൻ ഡിക്ലൈൻ ചെയ്യുന്നതിനനുസരിച്ച് വെസ്റ്റേൺ യൂറോപ്പിന്റെ GDP കോൺട്രിബ്യൂഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അല്ലെ. അത് ഇന്ത്യയിൽ വന്നിട്ട് അവര് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തുടങ്ങി ഇന്ത്യയുടെ റോ മെറ്റീരിയൽ ഉപയോഗിച്ച് അവര് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് സാധനങ്ങൾ സപ്ലൈ ചെയ്തിട്ട് ആണ് അവരെന്ത് ചെയ്യുന്നത്, അവരുടെ GDP കോൺട്രിബ്യൂഷൻ ഇൻക്രീസ് ചെയ്തിട്ടുള്ളത്. സോ അതിന്റെ അതുപോലെ തന്നെ അവര് ഇന്ത്യയുടെ റോ മെറ്റീരിയൽ ഉപയോഗിച്ച് അവര് മാനുഫാക്ചർ ചെയ്ത സാധനങ്ങൾ സപ്ലൈ ചെയ്യാനുള്ള ഒരു മാർക്കറ്റ് ആയിട്ടും അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യയെ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ അവര് ഇന്ത്യയുടെ റോ മെറ്റീരിയൽ ഉപയോഗിച്ച് അവിടെ നിന്ന് ഉണ്ടാക്കിയ സാധനങ്ങൾ ഇന്ത്യയിൽ തന്നെ കൊണ്ടുവന്ന് വിൽക്കാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ച് ഫിനാൻസ് ചെയ്തിരുന്നത് എന്ത് വഴിയാണ്, ബുള്ളിയൻസ് വഴിയാണ്. ഒരു തരം വെള്ളിയാണ് കേട്ടോ. സോ ഇനി അടുത്ത ഭാഗം. സോ ഇപ്പോ നേരത്തെ ഭാഗത്തിൽ നമ്മൾ പറഞ്ഞത് ഇന്ത്യ 18th സെഞ്ചുറിയിൽ എങ്ങനെയായിരുന്നു, അതായത് ഫസ്റ്റ് സെഞ്ചുറി മുതൽ, പിന്നെ ഒരു ഗ്രാഫ് ഡിസ്ക്രൈബ് ചെയ്തിട്ട് ഫസ്റ്റ് സെഞ്ചുറി മുതൽ ബ്രിട്ടീഷുകാരുടെ പീരീഡ് വരെ ഇന്ത്യയുടെ GDP കോൺട്രിബ്യൂഷൻ എങ്ങനെയായിരുന്നു, ഇന്ത്യയുടെ ഒരു കണ്ടീഷൻ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് റൂൾ ദ സ്റ്റേറ്റ് ഓഫ് കൊളോണിയൽ എക്കണോമി. ഇതിൽ നമ്മൾ ഫസ്റ്റ് പറയുന്ന പോയിന്റ് ഡിസ്ട്രപ്ഷൻ ഓഫ് ട്രഡീഷണൽ എക്കണോമി. അതായത് ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ ഇന്ത്യയിലെ ഓരോ മേഖലകളെയും നമ്മൾ എടുത്തെടുത്ത് സെപ്പറേറ്റ് പഠിക്കാൻ പോവാണ്. ഇതില് ഫസ്റ്റത്തെ പോയിന്റ് ഡിസ്ട്രപ്ഷൻ ഓഫ് ട്രഡീഷണൽ എക്കണോമി. ഇന്ത്യയുടെ ട്രഡീഷണൽ എക്കണോമി എങ്ങനെയാണ് തകർന്നത്? Colonial economic policies transformed India's agrarian economy into one serving British industrial needs. എന്താണ്, അത്രയും കാലഘട്ടത്തിൽ നമ്മൾ ആദ്യമേ പറഞ്ഞു 18ാം നൂറ്റാണ്ട് വരെയും ഇന്ത്യയുടെ എക്കണോമി ഒരു ഫ്ലറിഷിംഗ് ആയിട്ടുള്ള എക്കണോമി ആയിരുന്നു. ഇന്ത്യയുടേതായ അഗ്രികൾച്ചറൽ രീതികൾ ഉണ്ടായിരുന്നു, ഇൻഡസ്ട്രിയൽ രീതികൾ ഉണ്ടായിരുന്നു, ടെക്നിക്കുകൾ ഉണ്ടായിരുന്നു. ഇന്ത്യൻ ഹാൻഡിക്രാഫ്റ്റ്സ് ഒക്കെ വേൾഡ് ഫേമസ് ആയിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് എന്ത് ചെയ്യുന്നത്, ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരുന്നതും അവരുടേതായ കുറെ കാര്യങ്ങൾ ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും. സോ അത് ഫസ്റ്റ് തന്നെ തകർക്കുന്നത് ആരെയാണ്, ഇന്ത്യയുടെ അഗ്രേറിയൻ എക്കണോമിയാണ്. ഇന്ത്യ ബിക്കം എ മേജർ മാർക്കറ്റ് ഫോർ ബ്രിട്ടീഷ് ഗുഡ് ലീഡിംഗ് ടു എ ഡിക്ലൈൻ ഇൻ ഇൻഡിജിനസ് ഇൻഡസ്ട്രീസ്. അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഗുഡ്സിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട മാർക്കറ്റ് ആയിട്ട് അവർ ഇന്ത്യ എന്ത് ചെയ്തു, മാറ്റിയെടുത്തു. അതുപോലെ ഇന്ത്യയുടെ പരമ്പരാഗത വ്യവസായങ്ങളെ അത് തകർക്കുകയും ചെയ്തു. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യക്കാര് ഇന്ത്യയിലെ റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ്, ഇൻഡസ്ട്രിയൽ റോ മെറ്റീരിയൽസ്, ഇതൊക്കെ അവര് ബ്രിട്ടനിലേക്ക് കൊണ്ടുപോയി അവിടുന്ന് ഫിനിഷ്ഡ് ആയിട്ടുള്ള ഗുഡ്സ് എന്ത് ചെയ്യാണ്, ഇന്ത്യയിലേക്ക് കൊണ്ടുവരാണ്. ഇന്ത്യയിൽ കൊണ്ടുവന്ന് ഇവിടെ തന്നെ
തന്നെ അവരത് എന്ത് ചെയ്യാണ്, മാർക്കറ്റ് ചെയ്യണം. അങ്ങനെ ഇന്ത്യ അവർ എന്തായി, ബ്രിട്ടീഷ് ഗുഡിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയൊരു മാർക്കറ്റ് ആക്കി തീർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ട്രേഡ് പാറ്റേൺ എന്ത് ചെയ്തു, ഷിഫ്റ്റ് ചെയ്തു. ഇന്ത്യ എക്സ്പോർട്ടിംഗ് റോ മെറ്റീരിയൽസ് ആൻഡ് ഇമ്പോർട്ടിംഗ് ബ്രിട്ടീഷ് മാനുഫാക്ചറിംഗ് ഗുഡ്സ്. അതുപോലെ തന്നെ ക്യാഷ് ക്രോപ്പ് കൾട്ടിവേഷൻ ഫോർ എക്സ്പോർട്ട് റീപ്ലേസ്ഡ് ഫുഡ് ക്രോപ്പ് പ്രൊഡക്ഷൻ അഫക്റ്റിംഗ് ലോക്കൽ കമ്മ്യൂണിറ്റീസ്. അത്രയും കാലം ഫുഡ് ക്രോപ്സുകൾ, അതായത് ഭക്ഷ്യവസ്തുക്കള് കൃഷി ചെയ്തിരുന്ന ആളുകളൊക്കെ എന്തിലേക്ക് നിർബന്ധിക്കപ്പെട്ടു, ക്യാഷ് ക്രോപ്സ്, അതായത് ഈ കോഫി, ടീ, അതുപോലെ കോട്ടൺ, സിൽക്ക്, അങ്ങനെയുള്ള ക്യാഷ് ക്രോപ്സുകൾ കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിർബന്ധിതരായി. അതുപോലെ സെൽഫ് സഫിഷ്യന്റ് റൂറൽ എക്കണോമി വാസ് ഡിസ്ട്രപ്റ്റഡ് ലീഡിംഗ് ടു ഇൻക്രീസ്ഡ് ഡിപ്പെൻഡൻസി ഓൺ എക്സ്റ്റേണൽ മാർക്കറ്റ്. അതായത് അത്രയും കാലം സെൽഫ് സഫിഷ്യന്റ് ആയിരുന്ന ഒരു ഇന്ത്യൻ എക്കണോമി അതിനുശേഷം ബ്രിട്ടീഷുകാരുടെ വരവിന് ശേഷം എന്തായി, ഒരു ഡിപ്പെൻഡന്റ് ആയിട്ട് മാറി. അതായത് എക്സ്റ്റേണൽ മാർക്കറ്റ്സിന് ഡിപ്പെൻഡന്റ് ആയിട്ട് മാറി. അത്രയും കാലം ഇന്ത്യയിലെ അഗ്രികൾച്ചർ ആയിക്കോട്ടെ, ഇന്ത്യ സെൽഫ് സഫിഷ്യന്റ് ആയിരുന്നു. ടെക്സ്റ്റൈൽ മേഖലയിൽ ഇന്ത്യ സെൽഫ് സഫിഷ്യന്റ് ആയിരുന്നു. ഈ കാര്യങ്ങളിലൊക്കെ പിന്നീട് ഇന്ത്യ ഒരു ഡിപ്പെൻഡന്റ് ആയിട്ട് മാറി. ബ്രിട്ടീഷ് ഇക്കണോമിയെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നിൽക്കുന്ന ഒരു മാർക്കറ്റ് ആയിട്ട് ഇന്ത്യ മാറുകയാണ് ഉണ്ടായിട്ടുള്ളത്. സോ ഇതാണ് ചുരുക്കി പറഞ്ഞാൽ ഈ ഭാഗത്ത് നമ്മൾ എന്താ പറയുന്നത്, ബ്രിട്ടീഷുകാരുടെ വരവോട് കൂടിയിട്ട് അത്രയും കാലം ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പരമ്പരാഗതമായിട്ടുള്ള കാർഷിക രീതികളും പരമ്പരാഗതമായിട്ടുള്ള വ്യവസായവും ട്രേഡും എല്ലാം എന്ത് ചെയ്തു, വേറൊരു രീതിയിലേക്ക് മാറി. ഒക്കെ ബ്രിട്ടീഷുകാരെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ താല്പര്യത്തിനനുസരിച്ചിട്ടുള്ള ഒരു രീതിയിലേക്ക് മാറുകയാണ് ചെയ്തിട്ടുള്ളത്. അത് ഇന്ത്യയിലെ നിലവിലുള്ള നല്ല ഒരു എക്കണോമിയെ അത് തകർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ അടുത്ത പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇംപവറിഷ്മെന്റ് ഓഫ് ദി പെസൻട്രി, അതായത് കർഷകരുടെ ദാരിദ്ര്യം. ഇംപവറിഷ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാരിദ്ര്യം, കർഷക ദാരിദ്ര്യം എങ്ങനെയായിരുന്നു. അതായത് ഇന്ത്യയില് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ടാക്സേഷൻ പോളിസീസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കറിയാം, എന്താണ് ജമീന്ദാരി, റൈത്വാരി, മഹൽവാരി, ഇങ്ങനെയുള്ള ഒരുപാട് ടാക്സേഷൻ സിസ്റ്റംസ് ഇന്ത്യയിൽ നിലനിന്നിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, കർഷകരെടുത്തുനിന്ന് ലാൻഡ് റവന്യൂ അല്ലെങ്കിൽ ടാക്സ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിട്ടുള്ള രീതികളാണ് ജമീന്ദാരി, റൈത്വാരി, മഹൽവാരി സിസ്റ്റം ഒക്കെ. ഇത് ഒരു ചില സ്ഥലങ്ങളിൽ, ഓരോ സ്ഥലങ്ങളിലും ഓരോ രീതികളിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ടാക്സ് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചില സ്ഥലങ്ങളിൽ ബ്രിട്ടീഷുകാര് നേരിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാര് നേരിട്ടായിരുന്നു ജമീന്ദാരികള് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചില സ്ഥലങ്ങളിൽ ലാൻഡ് ലോഡ്സ് ആയിരുന്നു, ജമീന്ദാരികളായിരുന്നു കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചില സ്ഥലങ്ങളിൽ വലിയ വലിയ റിച്ച് ഫാമിലീസിനെയാണ് ഇവര് എന്ത് ചെയ്യുക, ടാക്സ് അല്ലെങ്കിൽ ലാൻഡ് റവന്യൂ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കുക. ഇങ്ങനെയാണ് ജമീന്ദാരി, റൈത്വാരി, മഹൽവാരി സിസ്റ്റംസ് ഉണ്ടായിരുന്നത്. ഇതെല്ലാം ഇമ്പോസ് ചെയ്യുന്നത് ആരുടെ മേലാണ്, സാധാരണ കർഷകരുടെ മേലാണ് ഇതെല്ലാം ഇമ്പോസ് ചെയ്യുന്നത്. ഇത് എന്താണ്, അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ജമീന്ദാരികളായിക്കോട്ടെ, ലാൻഡ് ലോഡ്സ് ആയിക്കോട്ടെ, ബ്രിട്ടീഷുകാരായിക്കോട്ടെ, ആരാണോ കളക്ട് ചെയ്യുന്നത് അവർക്കാണ് ഇതില് മെച്ചമുണ്ടാകുന്നത്. സാധാരണ കർഷകര് കൃഷി ചെയ്യുന്നതിന്റെ മുക്കാ ഭാഗവും ഇവരിങ്ങനെ എന്ത് ചെയ്യേണ്ടി വരുന്നു, ടാക്സ് ആയിട്ട് അല്ലെങ്കിൽ ലാൻഡ് റവന്യൂ ആയിട്ട് കൊടുക്കേണ്ടി വരും. ഇവർക്ക് നിലനിന്ന് പോവാൻ വേണ്ടിയിട്ടുള്ള വരുമാനം പോലും ഈ കൃഷിയിൽ നിന്ന് കിട്ടാതെ വരികയാണ്. അങ്ങനെ ഇവരെന്ത് ചെയ്യുന്നു, കർഷകര് വീണ്ടും മണി ലെൻഡേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യാണ്. അവർക്ക് ജീവിതമാർഗത്തിന് വേണ്ടിയിട്ട് അവർ മണി ലെൻഡേഴ്സിനെ വീണ്ടും ഡിപ്പെൻഡ് ചെയ്യും. അങ്ങനെ അവർ വീണ്ടും എന്ത് ചെയ്യാണ്, കടക്കെണിയിലേക്ക് പോവാണ് അല്ലെങ്കിൽ ദാരിദ്ര്യത്തിലേക്ക് പോവാണ്. അതായത് ഇവര് ഇത്രയും കൃഷി ചെയ്തിട്ടും ഇത്രയും ഉൽപാദനം നടത്തിയിട്ടും അവർക്ക് ജീവിക്കാൻ വേണ്ടുന്നതൊന്നും അതിൽ നിന്ന് മതിയാവുന്നത് കിട്ടുന്നില്ല. അതെന്ത് ചെയ്യാണ്, ഇവര് ടാക്സ് ആയിട്ടും ലാൻഡ് റവന്യൂ ഒക്കെ ആയിട്ട് ജമീന്ദാരികൾക്കും ലാൻഡ് ലോഡ്സിനും ഒക്കെ കൊടുക്കുകയാണ്. Heavy taxation lead to agricultural stagnation and deterioration with low yield and declining per capita പ്രൊഡക്ഷൻ. അറ്റ് ലാസ്റ്റ് ഈ ജമീന്ദാരി, റൈത്വാരി, മഹൽവാരി ഇങ്ങനെയുള്ള ടാക്സേഷൻ സിസ്റ്റത്തിന്റെ ഒക്കെ അവസാനം എന്താ ഉണ്ടായത്, ഇതൊക്കെ ഹെവി ടാക്സേഷൻ ആണ്. എല്ലാം വലിയ ഒരു രീതിയിലാണ് പെസന്റിന്റെ മുകളിൽ ഇമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്.
സോ ഇത് എന്തിലേക്ക് ലീഡ് ചെയ്തു? അഗ്രികൾച്ചറൽ സ്റ്റാഗ്നേഷനിലേക്ക് ലീഡ് ചെയ്തു. കൃഷിയുടെ വളർച്ച ഇപ്പോ കൃഷിയിൽ നിന്ന് മെച്ചം ഉണ്ടായി അതിലേക്ക് വീണ്ടും ഇറക്കിയാലാണല്ലോ ഏതൊരു കാര്യവും നമ്മൾ വീണ്ടും വളർച്ച ഉണ്ടാവുള്ളൂ. അപ്പൊ ഇവർക്ക് വീണ്ടും കൃഷിയിൽ പുതിയ പുതിയ ഫെർട്ടിലൈസേഴ്സ് കൊണ്ടുവരാനോ അല്ലെങ്കിൽ സീഡ്സ് കൊണ്ടുവരാനോ അല്ലെങ്കിൽ പുതിയ മെഷീൻസ് കൊണ്ടുവരാനോ മോഡേൺ ടെക്നോളജി കൊണ്ടുവരാനോ ഒന്നും ഉള്ള വീണ്ടും വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു വരുമാനം എന്ത് ചെയ്യുന്നില്ല, ഈ കൃഷിയിൽ നിന്ന് കിട്ടുന്നില്ല. കാരണം അതിന്ന് കിട്ടുന്ന പകുതി മുക്കാലും അവര് ടാക്സ് ആയിട്ടും ലാൻഡ് റവന്യൂ ആയിട്ടും മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ്. അപ്പോ അവിടെ എന്താവുന്നില്ല, അഗ്രികൾച്ചറൽ മേഖലയിൽ ഒരു വളർച്ച വരുന്നില്ല, പകരം അവിടെ സ്റ്റാഗ്നേഷൻ ആണ് ഉണ്ടാവുന്നത്. ദെൻ ഡിറ്റീരിയോറേഷൻ, അത് അതിന്റെ വളർച്ച താഴത്തേക്ക് പുറകിലോട്ടാണ് വന്നുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ അഗ്രികൾച്ചർ മേഖലയിലെ ഉൽപാദനവും കുറഞ്ഞു. ആളുകൾക്ക് എന്താ പറയാ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കാനും പറ്റില്ല. സോ ഇതാണ് ഇത് എന്തിലേക്ക് ലീഡ് ചെയ്തു? കർഷകരുടെ ദാരിദ്ര്യത്തിലേക്ക് ലീഡ് ചെയ്തു. ദെൻ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ ആണ്. അഗ്രികൾച്ചറൽ മേഖലയെ അവർ കൊമേഴ്ഷ്യലൈസ് ചെയ്യാൻ വേണ്ടി നോക്കി. അത്രയും കാലം ഇന്ത്യയിലെ ഫുഡ് ക്രോപ്സ് കൃഷി ചെയ്തിരുന്ന ആളുകളെ എന്തിലേക്ക് നീങ്ങേണ്ടി വന്നു? ക്യാഷ് ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നീങ്ങേണ്ടി വന്നു. അതിന് നിർബന്ധിതരായി. കാരണം അതിൽ കൂടുതൽ എന്ത് ചെയ്യാണ്, അതിന് കൂടുതൽ പൈസ കിട്ടുമ്പോൾ അവർ അതിലേക്ക് മാറുകയാണ്. Commercialization signifies the transition of agriculture towards market-oriented practice. Then commercialization lead to the emergence of wealthy peasant class benefiting from market opportunities. അതായത് ചില കർഷകർ എന്ത് ചെയ്യുന്നുണ്ട്, ക്യാഷ് ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യുന്ന കർഷകരുണ്ട്. അവർക്ക് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, അതിന്റെ പ്രൈസ് കൂടുതലായിരിക്കും അല്ലെ, അവർക്ക് സ്വാഭാവികമായിട്ടും കൂടുതൽ വരുമാനം കിട്ടും. അങ്ങനെ ചില കർഷകർ മാത്രം, ഒരു വിഭാഗം കർഷകർ മാത്രം വെൽത്തി പെസന്റ് ക്ലാസ് ആയിട്ട് മാറുകയാണ്. അവര് വീണ്ടും എന്ത് ചെയ്യുന്നില്ല, കൂടുതൽ കൃഷിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. പകരം അവരെന്ത് ചെയ്യാനാണ് ശ്രമിക്കുന്നത്? കൂടുതൽ ഭൂമി വാങ്ങിയിടാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ഇങ്ങനെ ഭൂമി വാങ്ങിയിട്ടാൽ അവർക്ക് എന്ത് ചെയ്യാം, സാധാരണ കർഷകർക്ക് അത് വാടകയ്ക്ക് കൊടുക്കാം, അല്ലെങ്കിൽ പാട്ടത്തിന് കൊടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ പാട്ടത്തിന് കൊടുക്കുമ്പോൾ ഇവർ കൃഷി ചെയ്യുന്നതിനേക്കാളും കൂടുതൽ വരുമാനം അവർക്ക് എന്ത് ചെയ്യും, ഈ പാട്ടമായിട്ട് തിരിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ഒരു ചിന്ത പോയിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, കൂടുതൽ ഭൂമി വാങ്ങിയിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. Despite commercialization, adoption of advanced farming techniques remains limited among rich peasants. അതുപോലെ തന്നെ കൊമേഴ്ഷ്യലൈസേഷൻ നടക്കുന്നതിന്റെ ഒപ്പം തന്നെ ഈ അഡ്വാൻസ്ഡ് ഫാമിംഗ് ടെക്നിക്സ്, പുതിയ രീതികള്, കാർഷിക രീതികള്, അതുപോലെ മോഡേൺ ടെക്നോളജികളൊക്കെ ഒരു റിച്ച് പെസൻസിന്റെ ഇടയിൽ മാത്രമായിട്ട് നിലകൊണ്ടു. സാധാരണ കർഷകർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഇതൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയായിട്ട് വരികയാണ്. കാരണം റിച്ച് പെസൻസിന്റെ അടുത്ത് എന്തുണ്ട്, അതിനുള്ള മാർഗങ്ങളുണ്ട്. And resources are redirected from food crops to commercial crops to meet market demands. നമ്മളിപ്പോ പറഞ്ഞ പോലെ തന്നെ ഫുഡ് ക്രോപ്സിൽ നിന്നും അത് എന്തിലേക്ക് മാറി, കൊമേഴ്ഷ്യൽ ക്രോപ്പിലേക്ക് മാറി. അതായത് കോഫി, ടീ, അതുപോലെ കൊക്കോ, ദെൻ കോട്ടൺ, ഇങ്ങനെയുള്ള കൊമേഴ്ഷ്യൽ ക്രോപ്പിലേക്ക് അത് മാറുകയാണ്, കൃഷി വഴി മാറുകയാണ്. Commercialization bring both opportunity for wealth accumulation and challenges such as exploitation shaping the agricultural landscape. അപ്പോൾ കൊമേഴ്ഷ്യലൈസേഷൻ രണ്ട് രീതിയിലാണ് ഇന്ത്യൻ എക്കണോമിയെ ബാധിച്ചത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഫുഡ് ക്രോപ്സിന് പകരം അത് ഏതോ ക്യാഷ് ക്രോപ്സ് കൃഷിക്ക് വഴിമാറി. അത് മെയിൻ ആയിട്ട് ക്യാഷ് ക്രോപ്സിലേക്ക് ഒരുപാട് ആളുകൾ തിരിയാൻ വേണ്ടി നിർബന്ധിതരായി. കാരണം മാർക്കറ്റ് അതാണ് ഡിമാൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് അവര് ക്യാഷ് ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിർബന്ധിതരാകാണ്. ദെൻ അതുപോലെ തന്നെ വെൽത്തി ആയിട്ടുള്ള ഒരു ക്ലാസ് പെസൻസിനെ അത് ഉണ്ടാക്കി. അപ്പോ ആ ഒരു മേഖലയിൽ മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, മോഡേൺ ടെക്നോളജിയും ടെക്നിക്സും അതുപോലെ എക്യുപ്മെന്റ്സ് ഒക്കെ വന്നിട്ടുള്ളത് അഗ്രികൾച്ചറൽ മേഖലയിൽ. അങ്ങനെ ഒരു ക്ലാസ്സിനെ മാത്രം ഉണ്ടാക്കി. അതുപോലെ തന്നെ വെൽത്തി ആയിട്ടുള്ള പെസൻസ് കൂടുതൽ അഗ്രികൾച്ചറൽ മേഖലയിലേക്ക് തിരിയുന്നതിന് പകരം അവര് ഭൂമി വാങ്ങിയെടുത്ത് പകരം ലാൻഡ് ലോഡ്സ് ആയി മാറാനാണ് അവര് ശ്രമിച്ചിട്ടുള്ളത്. കാരണം അവർക്ക് കൂടുതൽ മെച്ചം കിട്ടുന്നത് അതിലൂടെയാണ്. സോ സാധാരണ കർഷകർ വീണ്ടും അവിടെ എന്തിലേക്ക് മാറുകയാണ്, ദാരിദ്ര്യത്തിലേക്കോ അല്ലെങ്കിൽ അവരെ വീണ്ടും എക്സ്പ്ലോയിറ്റേഷൻ നടക്കുകയാണ്. സോ ഇതാണ് കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ എന്നുള്ള ഭാഗത്ത് നമുക്ക് പറയാനുള്ളത്. ദെൻ അഗ്രികൾച്ചറൽ ലേബേഴ്സ്. ഇപ്പോ നമ്മൾ ഈ പറഞ്ഞ പോയിന്റ്സിന്റെ ഒക്കെ തുടർച്ചയായിട്ട് അല്ലെങ്കിൽ ആയിട്ട് നിൽക്കുന്ന പോയിന്റുകളാണ് ഇതൊക്കെ കേട്ടോ. അഗ്രികൾച്ചറൽ ലേബേഴ്സ് നമ്മൾ പറഞ്ഞു പല സാധാരണ
കർഷകരുണ്ട് അല്ലെ, പാവപ്പെട്ട കർഷകരുണ്ട്. അതുപോലെ ചെറിയ ചെറിയ കർഷകർ പാട്ടത്തിനെടുത്തിട്ട് കൃഷി ചെയ്യുന്ന ആളുകളുണ്ട്. ഇവർക്കൊന്നും കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കൃഷിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. കൂടുതൽ ടെക്നിക്കുകൾ, പുതിയ രീതികൾ, മോഡേൺ ടെക്നോളജി, പുതിയ പുതിയ വിത്തുകൾ, അതുപോലെ ഫെർട്ടിലൈസറുകൾ, ഇതൊന്നും കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നില്ല. കാരണം അവർക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ പകുതി മുക്കാലും അവര് ടാക്സ് ആയിട്ടും ലാൻഡ് റവന്യൂ ആയിട്ടും കൊടുക്കുകയാണ്, ലാൻഡ് ലോഡ്സിനൊക്കെ കൊടുക്കുകയാണ്. Then deindustrialization and lack of modern industry led to loss and overcrowding of land, pushing landless peasants and artisans to become tenants or agricultural laborers. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം ഇന്ത്യയുടെ പരമ്പരാഗതമായിട്ടുള്ള വ്യാവസായിക രീതികളൊക്കെ തകർന്നു. കാരണം ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യാണ്, അവിടുന്ന് മാനുഫാക്ചറിങ് ഗുഡ്സ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ട് ഇന്ത്യയിൽ മാർക്കറ്റ് ചെയ്യാന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ത്യയിലെ പരമ്പരാഗതമായി വ്യവസായം ചെയ്തിരുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അവരുടെ മേഖലയിൽ വളരാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. സ്വാഭാവികമായിട്ടും അവരും എന്ത് ചെയ്യാൻ തുടങ്ങി, ചെറിയ ചെറിയ കൃഷി മേഖലകളിലേക്ക് തിരിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സാധാരണ കൃഷിക്കാർ അല്ലെങ്കിൽ ജോലിക്കാരായിട്ട് മാറാൻ വേണ്ടി തുടങ്ങി. ലാൻഡ്ലെസ്നെസ് ഇൻക്രീസ്ഡ് സ്റ്റെഡ്ലി ത്രൂ ഔട്ട് ദ കൊളോണിയൽ പീരിയഡ്. അതുപോലെ ഒരുപാട് ആളുകൾക്ക് എന്ത് ചെയ്തു, അവരുടെ ഭൂമി നഷ്ടമായി, അതായത് ഭൂമി ഏറ്റെടുക്കുകയാണ്. അതായത് ലാൻഡ് റവന്യൂ കൊടുക്കാനില്ലാതെ ആകുമ്പോൾ, അല്ലെങ്കിൽ ടാക്സ് കൊടുക്കാനില്ലാതെ ആകുമ്പോൾ ഈ ലാൻഡ് ലോഡ്സ് എന്ത് ചെയ്യും, ആ ഭൂമി ഏറ്റെടുക്കും. അങ്ങനെ ഒരുപാട് കർഷകർക്ക് അവരുടെ ഭൂമി നഷ്ടപ്പെടുകയാണ്. മെനി പെസൻസ് വെയർ ഫോഴ്സ്ഡ് ഇൻടു ടെനൻസി അഗ്രിമെന്റ് വിത്ത് മണി ലെൻഡേഴ്സ് ആൻഡ് ജമീന്ദാർസ് പേയിങ് ഹൈ റാക്ക് റെന്റ്. ഒരുപാട് കർഷകർക്ക് എന്ത് ചെയ്യും, ടെനൻസി എഗ്രിമെന്റ്, പാട്ടത്തിന് കൊടുക്കുന്ന എഗ്രിമെന്റ് ചെയ്യേണ്ടി വരികയാണ്. അത് ഹൈ ആയിട്ടുള്ള പാട്ടം കൊടുക്കുക എന്നുള്ള ഒരു എഗ്രിമെന്റിലാണ് പല കർഷകരും അവരുടെ ഭൂമിയിൽ എന്ത് ചെയ്യുന്നത്, പിന്നീട് കൃഷി ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ ഒരുപാട് ആളുകൾക്ക് ഭൂമി നഷ്ടപ്പെടുകയും ഒരുപാട് ആളുകൾക്ക് അവരുടെ തൊഴിൽ നഷ്ടപ്പെടുക, അതായത് ഹാൻഡിക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഈ ആളുകളൊക്കെ എന്ത് ചെയ്യാണ്, തുച്ഛമായ വരുമാനത്തിന് പല ആളുകളുടെയും കീഴില് കാർഷിക വൃത്തി ചെയ്യുന്നവരായിട്ട് അല്ലെങ്കിൽ ലേബേഴ്സ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ദെൻ ലാക്ക് ഓഫ് മോഡേണൈസേഷൻ ആണ് കൊളോണിയൽ പീരീഡിലെ ഇന്ത്യൻ എക്കണോമിയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്വഭാവം എന്ന് പറയുന്നത്. കൊളോണിയൽ സ്റ്റേറ്റ് അലോക്കേറ്റഡ് ലിറ്റിൽ ഫോർ അഗ്രികൾച്ചർ, ഫോക്കസിംഗ് ഓൺ അഡ്മിനിസ്ട്രേറ്റീവ് നീഡ്സ് ആൻഡ് ബ്രിട്ടീഷ് ഇൻട്രസ്റ്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ അഗ്രികൾച്ചറിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു ഇനീഷ്യേറ്റീവും എടുത്തിട്ടില്ല. പകരം അതുപോലെ തന്നെ അവരുടെ ഇൻട്രസ്റ്റ് മാത്രമാണ്, അവർക്ക് ക്യാഷ് ക്രോപ്സ് ആവശ്യമുണ്ട്, അതുകൊണ്ട് ക്യാഷ് ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യക്കാരെ നിർബന്ധിച്ചു. അങ്ങനെ അവരുടെ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് മാത്രമാണ്, അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് അവര് പല പദ്ധതികളും പല കാര്യങ്ങളും ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുള്ളൂ. അതുപോലെ ഇന്ത്യൻ അഗ്രികൾച്ചർ സോ മിനിമൽ മോഡേണൈസേഷൻ വിത്ത് പെസൻസ് യൂസിങ് പ്രിമിറ്റീവ് ടൂൾസ്. അതുപോലെ ഇന്ത്യക്കാര് പല ഇന്ത്യൻ കർഷകരും പ്രിമിറ്റീവ് ആയിട്ടുള്ള ടൂൾസ് ആണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് നമുക്കറിയാം അല്ലെ, നിലം ഉഴുതുമറിക്കാന് എന്താണ് മൃഗങ്ങളെ ഉപയോഗിക്കുക, അതുപോലെ സാധാരണ ടൂൾസുകൾ ഉപയോഗിക്കുക, അതുപോലെ ഇനോർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് പരമ്പരാഗതമായിട്ട് ഇവരെന്താണോ ചെയ്തു വന്നിട്ടുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ബ്രിട്ടീഷ് കാലഘട്ടത്തിലും അവർ അഗ്രികൾച്ചറൽ മേഖലയിൽ ചെയ്തിട്ടുള്ളത്. അവിടെ പ്രത്യേകിച്ചൊരു മോഡേണൈസേഷനോ മോഡേൺ എക്യുപ്മെന്റ്സോ മോഡേൺ ടെക്നിക്കുകളോ ഒന്നും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ ശ്രമിച്ചിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന കർഷകർക്ക് മോഡേൺ ടെക്നോളജിയോ മോഡേൺ ടെക്നിക്സോ കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യവും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്, ഇന്ത്യയിലെ അഗ്രികൾച്ചറൽ എഡ്യൂക്കേഷൻ പൂർണ്ണമായിട്ടും നെഗ്ലക്ട് ചെയ്തിട്ടുള്ള ഒരു കണ്ടീഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. വളരെ ചുരുക്കം അഗ്രികൾച്ചറൽ കോളേജസ് മാത്രമാണ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത്. So, peasantry faced economic exploitation, paying significant rent and interest. Rural debt reached a substantial level by end of colonial period. So, ഇതിന്റെ ഒക്കെ അവസാനം എന്താണ്, ഫാമിൻ ആണ് ഉണ്ടാകുന്നത്, ദാരിദ്ര്യത്തിലേക്കാണ് എത്തുന്നത്. ലാക്ക് ഓഫ് മോഡേണൈസേഷൻ. ഓക്കെ, അടുത്തത് റൂയിൻ ഓഫ് ആർട്ടിസൻസ് ആൻഡ് ഹാൻഡിക്രാഫ്റ്റ്സ്. അതാണ് കൊളോണിയൽ പീരീഡിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കരകൗശല വിദ്യക്കാരുടെ, അതുപോലെ കരകൗശല വ്യവസായം, അതിന്റെ തകർച്ചയാണ് ഇന്ത്യൻ എക്കണോമി ആ കാലഘട്ടത്തിൽ കണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇവരെന്ത് ചെയ്തു, ബ്രിട്ടീഷുകാര് നമ്മുടെ
ഇക്കണോമിയെ ഒരു മാർക്കറ്റായിട്ട് മാറ്റി എന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലെ. അതുവരെയും ഇന്ത്യയിലെ ഹാൻഡിക്രാഫ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ആയിക്കോട്ടെ, ഹാൻഡിക്രാഫ്റ്റ്സ് ആയിക്കോട്ടെ, എല്ലാം നമ്മൾ സെൽഫ് സഫീഷ്യന്റ് ആയിരുന്നു. ബട്ട് ഈ ബ്രിട്ടീഷുകാർ എന്നു മുതലാണോ അവിടെ നിന്നുള്ള മെഷീൻ മെയ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ തുടങ്ങിയത്, അന്ന് മുതൽ ഇന്ത്യയുടെ ആർട്ടിസൻസ് ആൻഡ് ഹാൻഡിക്രാഫ്റ്റ്സ് തകരാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇന്ത്യയുടെ പരമ്പരാഗതമായിട്ടുള്ള വ്യവസായം തകരാൻ വേണ്ടിയിട്ട് തുടങ്ങി. സോ കാരണം എന്താന്ന് വെച്ചാൽ ഇവര് നമ്മളെ രാജ്യത്ത് നിന്ന് റോ മെറ്റീരിയൽസ് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യും, മെഷീൻ മെയ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യും. അപ്പൊ ഇന്ത്യക്കാർ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും അത് വാങ്ങാൻ വേണ്ടിയിട്ട് നിർബന്ധിതരാവുകയാണ്. അത്രയും ഈ മെഷീൻ മെയ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ വരുന്നതിന്റെ അത്രയും സ്പീഡിൽ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഇന്ത്യയിൽ പരമ്പരാഗതമായിട്ട് വ്യവസായം ചെയ്യുന്ന, ഇപ്പൊ ടെക്സ്റ്റൈൽ ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് അത് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. സോ അത് ഇവരുടെ സാധനങ്ങൾ വിറ്റഴിക്കപ്പെടാതെ ഇരിക്കാനൊക്കെ കാരണമാകുന്നു. അങ്ങനെ അവരുടെ തകർച്ച ആ കാലഘട്ടത്തിൽ നടക്കുക. ഇത് ഇവരുടെ തകർച്ചയ്ക്ക് പ്രധാനമായിട്ടുള്ള മറ്റൊരു കാരണം എന്താന്ന് വെച്ചാല് അതിന് ആക്കം കൂട്ടിയത് റെയിൽവേന്റെ വരവ് കൂടിയാണ്. റെയിൽവേ വന്നതോട് കൂടിയിട്ട് ബ്രിട്ടീഷുകാർക്ക് എന്ത് ചെയ്യാൻ പറ്റി, അവരുടെ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള സാധനങ്ങൾ കൂടുതൽ സ്പ്രെഡ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റി. സോ അതും ഇന്ത്യൻ എക്കണോമിയിലെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിനെയും അതുപോലെ അഗ്രികൾച്ചറിനെ ഒക്കെ തകർക്കാനും ഈ അഗ്രികൾച്ചറും ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിയും തമ്മിലുള്ള ഒരു ബന്ധം ഇല്ലാതാക്കാനും വേണ്ടിയിട്ട് കാരണമായിട്ടുണ്ട്. ദെൻ അടുത്തത് സ്റ്റാറ്റസ് ഓഫ് മോഡേൺ ഇൻഡസ്ട്രീസ്. മോഡേൺ ഇൻഡസ്ട്രീസിന്റെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളതാണ്. ഇൻഡസ്ട്രിയൽ ഗ്രോത്തിന്റെ അവൈലബിൾ റിസോഴ്സസ് കാര്യത്തിൽ മാത്രമാണ് അവിടെ ഒരു ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ഉണ്ടായിട്ടുള്ളൂ. അല്ലാതെ മറ്റ് മേഖലകളിലേക്കൊന്നും എന്ത് ചെയ്തിട്ടില്ല, ബ്രിട്ടീഷുകാര് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല. അവർക്ക് ഏതാണോ ആവശ്യമുള്ളത്, ഇപ്പൊ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി അവർക്ക് ആവശ്യമായിട്ടുള്ളതാണ്, അതിൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്യും. അതുപോലെ ഫോറിൻ ബാങ്ക്സ് എന്ത് ചെയ്തിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഇന്ത്യൻസിന് മേക്കിംഗ് ക്രെഡിറ്റ് ഇൻ ആക്സസിബിൾ ഫോർ ഇന്ത്യൻസിന് അത് ആക്സസിബിൾ അല്ല. ഒരു ബാങ്കുകൾ കൊണ്ടുവന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെയുള്ള ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ടാണ് അവർ എന്ത് ചെയ്തിട്ടുള്ളത്, ബാങ്കുകൾ കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ തന്നെ കൊളോണിയൽ പോളിസീസ് ഫോറിനേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന പോളിസീസ് ആണ് അവര് കൊണ്ടുവന്നിട്ടുള്ളത്. അവരുടെ ട്രേഡിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള പോളിസീസ് ആണ് അവര് കൊണ്ടുവന്നിട്ടുള്ളത്. ബേസിക് ഇൻഡസ്ട്രീസ് ആയിട്ടുള്ള സ്റ്റീല്, മെറ്റലർജി തുടങ്ങിയിട്ടുള്ള ഇൻഡസ്ട്രീസ് ഒന്നും അവര് കൊണ്ടുവന്നിട്ടില്ല. പ്ലാന്റേഷൻ ഇൻഡസ്ട്രീസും പ്രധാനമായിട്ടും ഇവർക്ക് ഉപകാരപ്രദമാകുന്ന പ്ലാന്റേഷൻ ഇൻഡസ്ട്രികളാണ് ഇവര് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം ബ്രിട്ടീഷ് കാലഘട്ടത്തിലാണ് ഒരുപാട് ടീ പ്ലാന്റേഷൻസും കോഫി പ്ലാന്റേഷൻസും ഒക്കെ ബ്രിട്ടീഷ് കാലഘട്ടത്തിലാണ് ഇവിടെ വന്നിട്ടുള്ളത്. സോ ഇതൊക്കെ അവരുടെ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. സോ ഇനി അടുത്ത ഈ യൂണിറ്റിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഡ്രെയിൻ ഓഫ് വെൽത്ത്. നമ്മള് ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന കാലം മുതൽ തന്നെ നമ്മൾ കേൾക്കുന്ന ഒരു ടോപ്പിക്കാണ് ഡ്രെയിൻ ഓഫ് വെൽത്ത്. അതായത് ഇന്ത്യയുടെ വെൽത്ത് ചോർന്നു പോവുക എന്നുള്ള ഒരു കൺസെപ്റ്റ്. അത് കൊണ്ടുവന്നത് ദാദാഭായ് നവറോജിന്റെ ഡ്രെയിൻ തിയറിയിലാണ് ഈ ഒരു കൺസെപ്റ്റ് വരുന്നത്. സോ ഇതിൽ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ത്യയുടെ സർപ്ലസ് ക്യാപിറ്റല്, അതായത് ഇന്ത്യയിൽ അവശേഷിക്കുന്ന ക്യാപിറ്റല് ബ്രിട്ടീഷുകാരുടെ നാട്ടിലേക്ക് ഊറ്റിക്കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. അവിടുത്തെ മിലിറ്ററി എക്സ്പെൻസിന് വേണ്ടിയിട്ട്, ഫോറിൻ ഡെപ്റ്റിന് വേണ്ടിയിട്ട്, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇന്ത്യയുടെ സർപ്ലസ് ക്യാപിറ്റൽ അവർ ഉപയോഗിക്കുക. ഇന്ത്യയിൽ നിന്ന് റോ മെറ്റീരിയൽ കൊണ്ടുപോയിട്ട് അവരുടെ സാമ്പത്തിക മേഖല മെച്ചപ്പെടുത്തുക, അല്ലെങ്കിൽ അവരുടെ രാജ്യത്തിന്റെ ഓരോ മേഖലകളിലും ഡെവലപ്മെന്റ്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിച്ചത്. അതോടുകൂടി ഇന്ത്യയിലെ ക്യാപിറ്റൽ എന്ത് ചെയ്യാണ്, ഇന്ത്യയിൽ നടക്കേണ്ടുന്ന ഡെവലപ്മെന്റുകൾ ഒന്നും നടക്കാതാവാൻ, ഇന്ത്യയിൽ ഒരു സ്റ്റാഗ്നേഷൻ ഉണ്ടാവാൻ പകരം ബ്രിട്ടീഷുകാര് അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യാണ്. ഏകദേശം 5% മുതൽ 10% വരെ ഇന്ത്യയുടെ നാഷണൽ ഇൻകം ചോർന്നു പോയി എന്നാണ് ദാദാഭായ് നവറോജിന്റെ ഡ്രെയിൻ തിയറിയിൽ പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ഇതൊരു സിമ്പിൾ കൺസെപ്റ്റ് ആണ്. അതായത് ഇന്ത്യ നമുക്കറിയാം ഒരു അബണ്ടന്റ് ആയിട്ടുള്ള നാച്ചുറൽ റിസോഴ്സസ് കൊണ്ട് അബണ്ടന്റ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ബ്രിട്ടീഷുകാർ വരുന്ന കാലം വരെയും ഇന്ത്യ സെൽഫ് സഫിഷ്യന്റ് ആയിരുന്നു. അഗ്രികൾച്ചറൽ മേഖലയിലും ഇൻഡസ്ട്രിയൽ മേഖലയിലും ഒക്കെ പേരെടുത്ത് നിൽക്കുന്ന, വേൾഡ് വൈഡ് ആയിട്ട് അറിയപ്പെടുന്ന ഒരു രാജ്യമായിരുന്നു ഇന്ത്യ. ഇതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ നാച്ചുറൽ റിസോഴ്സസിന്റെ അബണ്ടൻസിന്റെ കാരണം കൊണ്ട് തന്നെയാണ് മറ്റ് ഫോറിനേഴ്സ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യയിലേക്ക് അട്രാക്ട് ചെയ്തത് അല്ലെ. പലരും ഫ്രഞ്ച്
ഫ്രഞ്ചുകാരായിക്കോട്ടെ, പോർച്ചുഗീസുകാരായിക്കോട്ടെ, ബ്രിട്ടീഷുകാരായിക്കോട്ടെ, എല്ലാ ഫോറിനേഴ്സും ഇന്ത്യയിലേക്ക് ഉണ്ടായ കാരണം ഇന്ത്യയുടെ നാച്ചുറൽ റിസോഴ്സസ് ആണ്. ഈ നാച്ചുറൽ റിസോഴ്സസ് ഉപയോഗിച്ചിട്ട് ഈ നാച്ചുറൽ റിസോഴ്സസ് എന്ത് ചെയ്യാണ്, ഇന്ത്യയിൽ നിന്നും മറ്റു രാജ്യങ്ങളിലേക്ക് അവര് കൊണ്ടുപോവുകയാണ്. അത് നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടിയിരുന്ന നാച്ചുറൽ റിസോഴ്സസ് ആണ്. അപ്പോൾ അത് നമുക്ക് ഉപയോഗിക്കാൻ കിട്ടാതെ ആകുമ്പോൾ അത് വെച്ചിട്ട് നമ്മുടെ രാജ്യത്തിന് വരേണ്ടിയിരുന്ന വളർച്ചയുടെ 5 മുതൽ 10% വരെ എന്ത് ചെയ്യാണ്, മറ്റു രാജ്യങ്ങളിലേക്ക് ഒഴുകി പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഡ്രെയിൻ ഓഫ് വെൽത്ത് എന്ന് പറയുന്നത്. ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയുടെ റിസോഴ്സസ് ഇന്ത്യയിൽ നിന്നും ചോർത്തിക്കൊണ്ടുപോയിട്ട് പകരം അത് വിറ്റഴിക്കാനുള്ള ഒരു മാർക്കറ്റ് കൂടി ആക്കിയിട്ട് ഇന്ത്യയെ മാറ്റി. അതിലൂടെ ഇന്ത്യയുടെ വളർച്ച മുരടിക്കുക. ഓക്കെ, ദെൻ അടുത്തൊരു പോയിന്റ് പോവർട്ടി ആൻഡ് ഫാമിൻ. ഇതിന്റെയൊക്കെ ഈ കൊളോണിയൽ കാലഘട്ടത്തിലെ ഈ ഓരോ പ്രവർത്തനങ്ങളുടെയും ഫലമായിട്ട് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള കാര്യമാണ് ഇത് പോവർട്ടി ആൻഡ് ഫാമിൻ. നമ്മൾ നേരത്തെ പറഞ്ഞു, കർഷകരുടെ ഇടയിൽ, സാധാരണക്കാരുടെ ഇടയിൽ, സാധാരണ പരമ്പരാഗത വ്യവസായങ്ങൾ ചെയ്തിരുന്ന ആളുകളുടെ ഇടയിൽ ഒക്കെ എന്ത് ചെയ്യാണ്, ദാരിദ്ര്യം കടന്നു വരികയാണ്. അവര് ചെയ്യുന്ന ബിസിനസ്സോ അല്ലെങ്കിൽ ജോലിയോ എന്തോ ആയിക്കോട്ടെ, കൃഷിയോ എന്തോ ആയിക്കോട്ടെ, അതിൽ നിന്നും അവർക്ക് അവരുടെ ദൈനംദിന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വരുമാനം പോലും കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. അങ്ങനെ ദാരിദ്ര്യത്തിലേക്ക് വരികയും പല സന്ദർഭങ്ങളിലും അത് എന്ത് ചെയ്യാണ്, ഫാമിൻ, ഒരു കൂട്ടമായിട്ടുള്ള ഒരു ഫാമിനിലേക്കും അതുപോലെ കൂട്ടമരണങ്ങളിലേക്കും വരെ നയിച്ചിട്ടുണ്ട്. So colonial underdevelopment led to widespread poverty in India, affecting peasants and artisans the most. പെസൻസിനെയും ആർട്ടിസൻസിനെയാണ് ഇത് കൂടുതലായിട്ടും ബാധിച്ചിട്ടുള്ളത്. നമ്മൾ പറഞ്ഞു, ഇപ്പൊ അഗ്രികൾച്ചറൽ മേഖലയിൽ തന്നെ ചില കർഷകര്, വെൽത്തി ആയിട്ടുള്ള കർഷകരെ ഇത് ബാധിക്കില്ല. സാധാരണക്കാരായിട്ടുള്ള കർഷകരെയാണ് കൂടുതലായിട്ടും ഇത് എന്ത് ചെയ്തിട്ടുള്ളത്, ബാധിച്ചിട്ടുള്ളത്. അതുപോലെ ബ്രിട്ടീഷ് ഇക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ കപ്പിൾഡ് വിത്ത് ദ ഡിക്കേ ഓഫ് ഇൻഡിജിനസ് ഇൻഡസ്ട്രീസ് ആൻഡ് ദ ഫെയിലിയർ ഓഫ് മോഡേൺ ഇൻഡസ്ട്രി ടു റീപ്ലേസ് ദം, അല്ലെ? അതുപോലെ എന്ത് ചെയ്തു, ഈ എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷന് പരമ്പരാഗത വ്യവസായങ്ങളെ തകർത്തു. മോഡേൺ ഇൻഡസ്ട്രീസിനെ അവര് പ്രോത്സാഹിപ്പിച്ചില്ല, അതും ഫെയിലിയർ ആയിരുന്നു. ഇതൊക്കെ ഇന്ത്യയുടെ തകർച്ചയിലേക്ക് അല്ലെങ്കിൽ ഈ മേഖലയിൽ നിൽക്കുന്ന ആളുകളുടെ ദാരിദ്ര്യത്തിലേക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അതിന്റെ ഒരു പ്രധാനപ്പെട്ട ആഫ്റ്റർ ഇഫക്റ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ബംഗാളിലെ ഫാമിൻ ആയിരുന്നു ഇതിലെ പ്രധാനപ്പെട്ട ഒരു ആഫ്റ്റർ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ബംഗാളിന്റെ ഒരു മേജർ ഭാഗവും ആ ഒരു ഫാമിനില് മരണപ്പെട്ട് പോയിട്ടുണ്ട്. മേജർ ഫാമിൻസ് ലൈക്ക് ദോസ് ഇൻ ബംഗാളില് 1770 ആൻഡ് ബിറ്റ്വീൻ 1876 മുതൽ 878 വരെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ഫാമിൻസ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ അതിൽ മില്യൺസ് ഓഫ് പീപ്പിൾസ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, അതിൽ മരണപ്പെട്ടിട്ടുള്ളത്. വില്യം ഡിഗ്ബി എസ്റ്റിമേറ്റ് ചെയ്യുന്നത് 28.8 മില്യൺ പീപ്പിൾ എന്ത് ചെയ്തിട്ടുണ്ട് 1854 മുതൽ 1901 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഇന്ത്യയിലെ ഫാമിൻ കാരണം മരിച്ചിട്ടുണ്ട്. ഇതൊക്കെ ബ്രിട്ടീഷുകാരുടെ എക്സ്പ്ലോയിറ്റേഷൻ വഴി സംഭവിച്ചിട്ടുള്ളതാണ്. In the 20th century, the situation deteriorated further with a significant decline in food availability and low life expectancy compared to Western countries. 20th സെഞ്ചുറി ആയപ്പോഴേക്കും അത് വീണ്ടും വേഴ്സൺ ചെയ്യാണ്, ഈ കണ്ടീഷൻ വീണ്ടും വേഴ്സൺ ചെയ്യാണ്. അതെന്താണ്, ഫുഡ് അവൈലബിലിറ്റി വരെ. കാരണം ഓൾറെഡി നമ്മൾ പറഞ്ഞു അഗ്രികൾച്ചറൽ മേഖലയിൽ എന്ത് ചെയ്യാണ്, ഫുഡ് ക്രോപ്സിന് പകരം ക്യാഷ് ക്രോപ്സിലേക്ക് കൾട്ടിവേഷൻ മാറി എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ 20th സെഞ്ചുറി ആവുമ്പോൾ എന്ത് ചെയ്യാണ്, സ്വാഭാവികമായിട്ടും ഫുഡ് അവൈലബിലിറ്റി വരെ എന്ത് ചെയ്യാണ്, അത്രയും കാലം സഫീഷ്യന്റ് ആയിരുന്നിട്ടുണ്ടായിരുന്ന അഗ്രികൾച്ചറൽ മേഖലയില് ഫുഡ് അവൈലബിലിറ്റി കുറയാണ്. അതോടുകൂടി ആളുകളുടെ ലൈഫ് എക്സ്പെക്ടൻസി, ജീവിത ദൈർഘ്യം അതും കുറയാണ്. മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ത്യയുടെ ലൈഫ് എക്സ്പെക്ടൻസി വളരെയധികം കുറയാണ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ ബ്രിട്ടീഷ് ഭരണം കൊണ്ട്, ബ്രിട്ടീഷുകാർ ഇവിടെ കൊണ്ടുവന്ന പോളിസീസ് കൊണ്ടൊക്കെ ഇന്ത്യക്കാർ നേരിടേണ്ടി വന്നിട്ടുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അതായത് പാർട്ട് 1 നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫസ്റ്റ് നമ്മൾ 18th സെഞ്ചുറിയിലെ ഇന്ത്യയുടെ കണ്ടീഷനെ കുറിച്ച് പറഞ്ഞു. അതായത് നമ്മളൊരു ഡയഗ്രാം വരച്ചിട്ട് എന്തൊക്കെയായിരുന്നു ഇന്ത്യയുടെ 1ാമത്തെ സെഞ്ചുറി മുതൽ 20th സെഞ്ചുറി വരെയുള്ള അവസ്ഥ, ഇന്ത്യയുടെ GDP കോൺട്രിബ്യൂഷൻ എങ്ങനെയായിരുന്നു നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. 2ാമത്തെ ടോപ്പിക്കിൽ നമ്മൾ പറഞ്ഞത്
കൊളോണിയൽ പീരീഡില് ഇന്ത്യയുടെ സ്റ്റാറ്റസ് എങ്ങനെയായിരുന്നു, പെസൻസിന്റെ അതുപോലെ മോഡേൺ ഇൻഡസ്ട്രീസിന്റെ, പരമ്പരാഗതമായിട്ടുള്ള ഇൻഡസ്ട്രീസിന്റെ, അതുപോലെ തന്നെ ആർട്ടിസൻസിന്റെ, ഇങ്ങനെയുള്ള അഗ്രികൾച്ചറൽ ലേബേഴ്സിന്റെ, ഇങ്ങനെയുള്ള ഓരോ പോയിന്റ്സും നമ്മൾ എന്ത് ചെയ്തു, ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്തു. പിന്നെ നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താണ്, ഡ്രെയിൻ ഓഫ് വെൽത്ത് ആണ്. അതായത് ചോർച്ചാ സിദ്ധാന്തം, അതാണ് നമ്മൾ പിന്നെ പറഞ്ഞ പോയിന്റ്. ഇന്ത്യയുടെ സമ്പത്ത് ചോർന്നു പോയതിനെ കുറിച്ചിട്ടുള്ള കാര്യമാണ് നമ്മൾ പിന്നെ പറഞ്ഞത്. പിന്നെ ഇതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ്, കൊളോണിയൽ പീരീഡിൽ ഇത്രയും കാര്യങ്ങൾ ബ്രിട്ടീഷുകാർ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തതിന്റെ ആയിട്ടുള്ള ആഫ്റ്റർ ഇഫക്റ്റ് എന്തായിരുന്നു, ഫാമിൻ ആൻഡ് പോവർട്ടി, അതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷൻ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. സോ ഇനി ഈ പാർട്ട് 2 അടുത്ത ഒരു 2 ടോപ്പിക്കും കൂടി കവർ ചെയ്താൽ നമ്മൾ ഈ യൂണിറ്റ് കവർ ആകും. ഓക്കെ, സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത 2 ടോപ്പിക്കുമായിട്ട് വരാം.